ചെയ്തത് ആ ബന്ധം ഉണ്ടാക്കിയെടുത്ത് അവർക്കിപ്പോൾ അമ്മയോട് സംസാരിക്കാൻ പറ്റുന്ന രീതിയിലാക്കിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഇനി ഈ രീതിയിലാണ് അവർ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോണത്. അവരെന്നിട്ട് ഉപ്പില്ലേ, ഉപ്പ് കൊണ്ടുവന്ന് എന്നിട്ട് ഇവരുടെ കൂടെയുള്ളൊരു 10-23 പെന്തക്കോസ്ത പിള്ളേരുണ്ട് ആന്ധ്രയിൽ, ഇപ്പം നഴ്സുമാരെ പഠിക്കണം. അവരോട് ഒന്നും പറഞ്ഞ് ഞങ്ങൾക്ക് ഞങ്ങൾ 20 ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയിട്ടുണ്ട്, ഞങ്ങൾ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്, അമ്മ ഇതിൽ നിന്ന് മാത്രമേ ഞങ്ങളോട് ചോദിപ്പിക്കത്തുള്ളതെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾ നോക്കി വെച്ചേക്കാൻ പറയും. അപ്പോൾ പെന്തക്കോസ്തുകാർക്കുണ്ട്, അമ്മ ഉണ്ട്, അവർക്ക് അറിയത്തില്ലല്ലേ. ഈ സഭകളിലുണ്ടാകുന്ന വലിയ സഭകൾക്ക് അവർക്ക് അറിയാൻ പാടാത്ത കാര്യത്തിൽ അനുഭവമില്ലെന്നാണ് അവർ പറയണത്. എല്ലാവരും കുറ്റം പറയാൻ പറ്റത്തില്ല, അവർക്ക് അനുഭവമില്ലല്ലോ. ഈ ലൂർദായാലും ഫാത്തിമായാലും ഇതെല്ലാം പ്രത്യക്ഷപ്പെട്ടിരിക്കണം, എല്ലാം കത്തോലിക്ക മേഖലകളിലാണ് ഇതെല്ലാം അമ്മയുടെ പ്രത്യക്ഷീകരണം മുഴുവനും നടന്നിരിക്കണം. മുഴുവനും അംഗീകരിക്കണില്ല എന്നുണ്ടെങ്കിൽ അനുഭവം ഉണ്ടാകത്തില്ല ഒരിക്കലും. അപ്പോൾ അവർക്ക് ആ അനുഭവമില്ല. അവർ പറയും ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വിശ്വാസമില്ലെന്ന് പറയും. അപ്പോൾ അവർ പറയും ഞങ്ങൾ അമ്മ തന്ന ചോദ്യങ്ങളൊന്നും നോക്കി വെക്കുക, അതിന് പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പോൾ അവർക്ക് ആ ചോദ്യം കൊടുത്ത് പറയും. എന്നിട്ട് എന്തു ചെയ്യും, ഇവർ ഉപ്പ് കൊണ്ടുപോയിട്ട് ഇവരുടെ സീറ്റിൽ, പരീക്ഷാ സീറ്റിലെല്ലാം വിതറും. ഉപ്പ് കൊണ്ടുപോയി, ഉടമ്പടി ഉപ്പ് കൊണ്ടുപോയിട്ട് പരീക്ഷാ സീറ്റിലും വിതറും. എൻ്റെ വിഷയം, നിങ്ങൾക്ക് കൃപാസനത്തിൽ ചെല്ലുമ്പോൾ ചിലർ പറയും ഒരു വിവരമില്ലാത്തമാർ കുറേ ആൾക്കാരുണ്ട്, അവർ പറയും അവിടെയൊക്കെ അന്ധവിശ്വാസം പഠിപ്പിക്കണം എന്ന് പറയും. അച്ഛന്മാരും കന്യാസിമാരും പറഞ്ഞിട്ടുണ്ട്. ഇത് എന്നോട് ഒന്ന് ചോദിച്ചിട്ടുണ്ട്, അച്ഛാ ഇങ്ങനെയൊക്കെ ഉപ്പ് വെഞ്ചരിച്ച് കൊടുക്കുക. ഞാൻ പറഞ്ഞാൽ നിങ്ങളൊന്ന് ക്ലാസ്സിൽ പങ്കെടുത്തിട്ട് ഉടമ്പടിയിൽ എടുത്തിട്ട് സംസാരിക്കാൻ പറയും. അല്ലാതെ ഇവരോട് സംസാരിക്കേണ്ട കാര്യം എനിക്കെന്താ? നിങ്ങൾ ആദ്യം ഉടമ്പടി എടുത്തിട്ട് ഉടമ്പടി പ്രോസസ്സിലൂടെ വാ, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എന്താ സംഭവം. ഉടമ്പടി വർക്ക് ചെയ്യണത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിലാണ്. രക്ഷയുടെ ദൈവം കൊടുത്തിരിക്കുന്ന ഫോർമുല അതാണ്. എന്താണ്? നിൻ്റെ കഴിവ് കൊണ്ടല്ല, എൻ്റെ കൃപ കൊണ്ടാണെന്ന്. അപ്പോൾ ഇത് നമ്മൾ പ്രഖ്യാപിക്കണം. എന്താ കാര്യം? ഇത് നോട്ട് ബൈ എൻ്റെ മെറിറ്റല്ല, നിൻ്റെ കഴിവ്. അതാണ് ഈ ഉപ്പ് വെഞ്ചരിച്ച് നമ്മൾ കൊണ്ടുപോയി. ഇപ്പോൾ ആ ഉപ്പ് വെഞ്ചരിച്ച് കൊണ്ടുപോയി അത് എന്ത് ഇടണം? അതിൻ്റെ ഒരു തരി ഇട്ടാൽ മതി. ആ കസേര ഇട്ടിട്ടാണ് ഇവർ ഇരിക്കണത്. എന്താ കാര്യം? ഞങ്ങൾ കൈപൊക്കി തോറ്റ് സമ്മതിക്കുന്നു, എൻ്റെ പഠനം കൊണ്ടോ എൻ്റെ ഓർമ്മശക്തി കൊണ്ടോ ഒന്നുമല്ല, അമ്മ ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ് ഞങ്ങൾ ജയിക്കാൻ പോകണമെന്ന് പ്രഖ്യാപിക്കാൻ. അതിൻ്റെ ഒരു പ്രഖ്യാപനമാണ് ഈ ഉപ്പിടണത്. അല്ല ഉപ്പും പഞ്ചാരയും വെഞ്ചരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആൾക്കാർക്ക് ഭക്ഷണത്തിന് രുചി കൂട്ടണ പോലുള്ള ഏർപ്പാടല്ല ഇത് മീഡിയമാണ്. എന്തിനാണ്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നുള്ള വചനത്തിൻ്റെ പ്രഖ്യാപനമാണിത്. അത് അറിയണം നിങ്ങൾ. അതുകൊണ്ടാണ് വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് വേണം ഇത് ചെയ്യാനെന്ന് പറയുന്നതിൻ്റെ കാര്യം എന്താണ്? ഇനി മെറിറ്റ് എനിക്കില്ല, ഇനി നിൻ്റെ ഗ്രേസിൽ മാത്രമേ ഇത് വർക്കൗട്ട് ചെയ്യത്തുള്ളൂ. ആദ്യ ദിവസം തന്നെ ആദ്യത്തെ പരീക്ഷയ്ക്ക് തന്നെ ജയിക്കാനുള്ള മാർക്ക് അമ്മ 20-ൽ 11 ഇവർ പഠിച്ചത് തന്നെ അമ്മ ചോദിപ്പിച്ച്. അതോടുകൂടി കണക്ക് കൂട്ടി നോക്കിയപ്പോൾ ജയിക്കാനും ബാക്കി മാർക്ക് അതിൽ നിന്ന് കിട്ടി. അപ്പോൾ തന്നെ പെന്തക്കോസ്തുകാർ കളയി. പിറ്റേ ദിവസം ഇവരോട് വന്ന് ചോദിച്ചു വാങ്ങിച്ചുകൊണ്ട് പോയി. കാശ് തൊട്ട് പ്രാർത്ഥിക്കുകയും പിന്നെ എന്താണ് ഉപ്പ് മേടിച്ചുകൊണ്ട് പോയി. ഈ പരീക്ഷകൾക്കെല്ലാം 11 ചോദ്യം വെച്ച് അമ്മ ചോദിപ്പിച്ചിട്ടുണ്ട്. ഈ പരീക്ഷകൾക്കെല്ലാം ഇവിടെ വിജയശതമാനം എത്രയാണെന്ന് അറിയാമോ? ഇവർ അമ്മയോട് പറഞ്ഞത് ആവറേജ് മതി കേട്ടോ. അപ്പനും അമ്മയെടുത്ത് മുഖത്ത് നോക്കണമല്ല, ഇനി അതുങ്ങളെ കൊണ്ട് വേറെ എടുപ്പ് നടുപിടിച്ച് ഇനിയും പഠിക്കാനുള്ള കാശ് വീട്ടിലില്ല, അതുകൊണ്ട് ആവറേജ് തന്നാൽ മതി, ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഞങ്ങൾ തല്ലിപ്പിടിച്ചുള്ള. അമ്മ എല്ലാത്തിനും 45 മക്കൾക്കും ഡിസ്റ്റിങ്ഷൻ കൊടുത്തിരിക്കുകയാണ്. ഇതാണ് ഉടമ്പടി നോട്ട് ബൈ മെറിറ്റ് എന്ന് പറയണത്. നോട്ട് ബൈ മെറിറ്റ് എന്ന് വെച്ചാൽ ബട്ട് ബൈ ഗ്രേസ്.